മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുകയാണ് ബി.ജെ.പി. അത്രയ്ക്ക് വലിയ നാണക്കേടിലൂടെയാണ് മധ്യപ്രദേശിലെ ബി.ജെ.പി. സർക്കാർ കടന്നുപോകുന്നത്. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിയാണ് മോഹൻ യാദവിനും കുടുംബത്തിനും നേരെ ഉയർന്നിരിക്കുന്നത്. അവിഹിത സ്വത്ത് സമ്പാദന ആരോപണങ്ങൾ പുറത്തുവരുമ്പോൾ ബി.ജെ.പി. സർക്കാരിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. മോഹൻ യാദവ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി ചുമതലയേറ്റ 2023 ഡിസംബർ മുതൽ 2 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബവും അവരുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കമ്പനികളും ഉജ്ജയിനിയിലും പരിസരത്തുമായി കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വൻ ഭൂശേഖരം വാങ്ങിക്കൂട്ടിയതായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ വികസന പദ്ധതികളും പുതിയ ഹൈവേകളും പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുൻപായി ആ പ്രദേശങ്ങളിലെ ഭൂമി മുഖ്യമന്ത്രിയുടെ കുടുംബം മുൻകൂട്ടി വാങ്ങിക്കൂട്ടി വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. തന്റെ ഔദ്യോഗിക പദവി ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാമോ അങ്ങനെയെല്ലാം ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത് മുഖ്യമന്ത്രി പദവി ദുരുപയോഗം ചെയ്യലും താൽപര്യ വൈരുദ്ധ്യവുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ ബി.ജെ.പിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് കീഴിൽ കൊള്ളയുടെ എഞ്ചിനാണ് പൂർണ്ണ വേഗതയിൽ ഓടുന്നതെന്ന് കോൺഗ്രസ് പരിഹസിക്കുന്നു. റവന്യൂ രേഖകളെ അടിസ്ഥാനമാക്കി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻ യാദവ് മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉജ്ജയിനിയിൽ മാത്രം 137 പ്ലോട്ടുകളിലായി ഏകദേശം 168 ഏക്കർ ഭൂമിയാണ് സ്വന്തമാക്കിയത്. ഇതിനായി ഏകദേശം 45 കോടി രൂപയോളം ഇവർ ചെലവഴിച്ചതായി കണക്കാക്കപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ സീമ യാദവ്, മകന്റെ ഭാര്യ ശാലിനി യാദവ്, സഹോദരന്മാരായ നന്ദലാൽ, നാരായൺ യാദവ്, നാരായണന്റെ ഭാര്യ രേഖ, ഇവരുടെ മകൻ അഭയ് യാദവ്, കൂടാതെ മുഖ്യമന്ത്രിയുടെ അമ്മാവന്റെ മക്കളായ ഗോവിന്ദ് യാദവ്, നിലേഷ് യാദവ് എന്നിവരുടെ പേരുകളിലാണ് ഈ ഭൂമികളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ നേരിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട 4 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ വഴിയോ ആണ് ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. ഈ ഭൂമി ഇടപാടുകളിൽ ഏറ്റവും ദുരൂഹത ഉണർത്തുന്നത് വാങ്ങിയ സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങളാണ്. വാങ്ങിക്കൂട്ടിയ 168 ഏക്കർ ഭൂമിയിൽ 111 ഏക്കറോളവും സ്ഥലവും മോഹൻ യാദവ് സർക്കാർ പുതുതായി പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ നവീകരിക്കാൻ തീരുമാനിച്ചതോ ആയ വൻകിട റോഡ് ഹൈവേ പ്രോജക്റ്റുകൾക്ക് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗേഡി, ഉൻഹേൽ, ജയൻപുര, ചന്ദേസര തുടങ്ങിയ പ്രധാന മേഖലകളിലാണ് ഭൂമി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉജ്ജയിൻ മാസ്റ്റർ പ്ലാൻ 2035 പ്രകാരം കാർഷിക ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിരുന്ന ഭൂമികൾ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ മേഖലകളിലാക്കി മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ സോണുകളിലും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ഭൂമിയുള്ളതായി വ്യക്തമായിട്ടുണ്ട്. പാണ്ഡ്യാഖേഡിയിൽ മാത്രം പുതിയ മാസ്റ്റർ പ്ലാൻ പ്രകാരം വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലത്ത് ഇവർ 18 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളും വാങ്ങിയ മാസങ്ങൾക്കകം തന്നെ ഇൻഡോറിലെ പ്രമുഖ ബിൽഡർമാർക്ക് വലിയ തുകയ്ക്കുള്ള വരുമാന പങ്കാളിത്ത കരാറുകളോടെ വികസനത്തിനായി കൈമാറുകയും സാവരിയ എന്ന ബ്രാൻഡിൽ വൻകിട ഹൗസിംഗ് പ്രോജക്റ്റുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപും മോഹൻ യാദവിന്റെ കുടുംബത്തിന് ഉജ്ജയിനിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു. എന്നാൽ അധികാരം ലഭിച്ചതോടെ ഇതിന്റെ വേഗത അസാധാരണമാം വിധം വർദ്ധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 മുൻപ് വെറും MLA ആയ സമയത്ത് ചെറിയ തോതിലുള്ള ബിസിനസ്സായിരുന്നു മോഹൻ യാദവിനുണ്ടായത്. 2021-23 കാലയളവിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് 85 ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടി. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശേഷം 2023 ഡിസംബർ 2025 കാലയളവിൽ 137 പ്ലോട്ടുകൾ, അതായത് ഏകദേശം 168 ഏക്കർ ഭൂമി 45 കോടിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് പിന്നീട് 10 ഇരട്ടി ലാഭത്തിന്, അതായത് 480 കോടിയോളം രൂപയ്ക്ക് മറിച്ചു വിൽക്കാനാണ് ഇവരുടെ ലക്ഷ്യം. കുംഭമേളയുടെ സ്ഥിരമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രാദേശികമായി വൻ കർഷക പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴാണ് മറുവശത്ത് മുഖ്യമന്ത്രിയുടെ കുടുംബം ഇതേ പ്രദേശങ്ങളിൽ വൻതോതിൽ സ്വകാര്യ ഭൂമി വാങ്ങിക്കൂട്ടിയതെന്നത് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇതോടെ മുഖ്യമന്ത്രി സേവനം മതിയാക്കി മോഹൻ യാദവിനെ ചവിട്ടി പുറത്താക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഭോപ്പാലിൽ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരിയും പ്രതിപക്ഷ നേതാവ് ഉമാങ് സിംഗാറും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പവിത്രമായ മഹാകാൽ ക്ഷേത്ര നഗരമായ ഉജ്ജയിനിയിൽ നടന്നത് മഹാകാൽ ഭൂമിയിലെ കൊള്ളയാണെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്.